സാർ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് കണ്ടതാണ്, പത്രങ്ങളിൽ കണ്ടതാണ്. കോച്ചിങ് സെന്ററുകൾക്ക് ഒരു കർശന നിയന്ത്രണം വെക്കാൻ വരുന്നു. നീറ്റ്, ജെഇ ഒക്കെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾക്ക് മുഴുവൻ, അത് എഞ്ചിനീയറിംഗിനാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും. അപ്പം ഈ രാജ്യത്തെ മുഴുവൻ കോച്ചിങ് സെന്ററുകൾക്ക് ഒരൊറ്റ നിയമം വരുന്നു, ഒരൊറ്റ ഏകീകൃത ഫീസ് വരുന്നു. അപ്പം ഇതിനകത്ത് അതിനു വേണ്ടിയിട്ട് ഒരു സമിതിയെ വെക്കുന്നു. ആ സമിതിയുടെ ചില നിർദ്ദേശങ്ങൾ കണ്ടു. പക്ഷെ ആ നിർദ്ദേശങ്ങളോട് എനിക്ക് ചില വിയോജിപ്പുണ്ട്. അപ്പൊ ആ നിർദ്ദേശങ്ങളൊന്ന് ഞാൻ സാറിനോട് പറയാം. ഒന്ന്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രതിദിനം 2 മുതൽ 3 മണിക്കൂർ വരെ മാത്രമേ കോച്ചിങ് പാടുള്ളൂ എന്ന്. അതിൽ തന്നെ എനിക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, 2 മുതൽ 3 മണിക്കൂർ വരെ ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോകാതിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ ക്ലാസ്സിൽ ട്യൂഷന് വേണ്ടിയിട്ട് അവർ പോകാറുണ്ട്. അപ്പൊ ഇത് എൻട്രൻസ് കോച്ചിങ്ങിനാണ് ഈ ഒരു നിയന്ത്രണം വരുന്നത്. സാധാരണ ട്യൂഷൻ സെന്ററുകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അവിടെ ആ നിയമം ബാധകമല്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ എൻട്രൻസ് കോച്ചിങ്ങിന് ഈ പഠിപ്പിക്കുന്ന പോർഷൻസ് ഈ സ്കൂൾ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ +1 +2 ഇപ്പോൾ എൻട്രൻസ് +2 എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ +1 സിലബസ് ഇപ്പോൾ ഫിസിക്സ്, മാത്സ്, നമ്മുടെ കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റുകളിൽ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ എൻട്രൻസ് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് റിലേറ്റ് ചെയ്ത്, പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഇത് 2-3 മണിക്കൂർ വരെ മാത്രമേ കോച്ചിങ് പാടുള്ളൂ എന്ന് കർശനമായിട്ടൊരു നിയമം വരുമ്പം ഈ പോർഷൻസ് ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ പഠിപ്പിച്ച് തീരില്ല. അങ്ങനെ വരുമ്പോൾ ഇത് കുട്ടിയെ എഫക്റ്റ് ചെയ്യില്ലേ? ഇതിനകത്തൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാരണം, ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മൾ പലരും ഒരു മെഷീനെ പോലെയാണ് കാണുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ ഒരു മെഷീനായിട്ടാണ് കാണുന്നത്. നമ്മൾ വർക്ക് ടൈം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് ലേബർ ഓർഗനൈസേഷൻ ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് 8 മണിക്കൂറാണ്. ഇപ്പൊ ചിലർ 10 മണിക്കൂറൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ പോലും 8 മണിക്കൂറാണ് ഒരാൾക്ക്, ഒരു പ്രായപൂർത്തിയായ ഒരാളിന് നേരെ ജോലി ചെയ്യാനുള്ള സമയം. കുട്ടികൾക്കും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. അവർക്ക് ഒരു 8 മണിക്കൂർ കൂടുതൽ അവരെ പഠിക്കാൻ അനുവദിക്കരുത്. പിന്നെ കളിക്കാനും ഒരു 8 മണിക്കൂർ കുട്ടികൾ ഉറങ്ങണം. പിന്നെ ആഹാരം കഴിക്കാനും ഒക്കെ ആയിട്ട് അവർക്ക് ഒരു 4 മണിക്കൂർ പോകും. പിന്നെ ഒരു 2 മണിക്കൂർ കുട്ടികൾ പുറത്തിറങ്ങി നടക്കുകയും കളിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് ഒരു വീപ്പക്കുറ്റിയായിട്ട് മാറും. 15-16 വയസ്സായ കുട്ടികളെ അറിയാമല്ലോ, അവർ ചുമ്മാ ഇങ്ങനെ നടക്കുന്നു, പോകുന്നു, പുസ്തകം ചുമന്നു നടക്കുന്നു എന്നല്ലാതെ ഒരു വലിയ വിഭാഗം കുട്ടികളെ നമ്മൾ കന്നുകാലിയാക്കി മാറ്റുന്നുണ്ട്. ഈ കന്നുകാലിയാക്കി മാറ്റുന്നത് അവസാനിപ്പിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ഇത്രയും നടപടികൾ എടുത്താൽ പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ശരിയായ രീതിയിലാണെങ്കിൽ എന്താണോ അവരുടെ സ്കൂൾ സിലബസ് അതേ എൻട്രൻസിന് ചോദിക്കാവൂ. അങ്ങനെ അല്ല ഇപ്പോ. അതുകൊണ്ട് എന്താ അറിയാമോ, ഇവർക്ക് നമ്മുടെ സ്കൂൾ സിലബസും പഠിക്കണം, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് എൻട്രൻസിന് പഠിക്കണം. അത് സ്റ്റോപ്പ് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്കൂൾ സിലബസ് എന്താണോ ആ സിലബസ് ഭംഗിയായി പഠിച്ച കുട്ടിക്ക് എൻട്രൻസ് കൊടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഇവർ ആ പ്രൊഫഷനിൽ കയറിയിട്ട് ഫസ്റ്റ് 6 months ഇവര് ഒരു അപ്ഗ്രഡേഷൻ സ്റ്റഡി നടത്തി കോച്ചിങ് വെച്ചോട്ടെ. അല്ല ഒരു സാർ, അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയുള്ള ഒരു എക്സാം ആണ് കീം. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ കേസ് വരുവാണെങ്കിൽ കീം നമ്മുടെ സ്കൂൾ സിലബസ് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിക്ക് തീർച്ചയായിട്ടും അതിന് അവർക്ക് ഇപ്പൊ ജി മെയിനോ ജി അഡ്വാൻസോ അവർക്ക് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ നീറ്റ്, അവർക്ക് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കണം എന്നുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് അതിന് പോകാമല്ലോ. അപ്പൊ അതിന് ഈ കോച്ചിങ് സെന്ററുകൾ അത്യന്താപേക്ഷിത അല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അതിന് നമ്മൾ വേറെ ഒരു മാനദണ്ഡം വെക്കണം. ഇതിൽ ഈ ഇത്ര മാർക്കുള്ളവർ മാത്രമേ അതിനകത്ത് അപ്ലൈ ചെയ്യാവൂ എന്നുള്ളൊരു സിസ്റ്റം വെക്കണം. അങ്ങനെയുണ്ട്. അത് വെക്കണം. അതിന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ചും വേണം. അത് ഈ പിന്നെ സ്കൂൾ ടൈമിൽ അവർക്ക് അത് കൊടുക്കുകയും ചെയ്തു. സ്കൂൾ പീരിയഡിന്റെ ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓവർ ബർഡൻ ആയി പോകും. ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താ പറയുമോ, ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ പലയിടത്തും ഇപ്പോൾ ആ പാക്കേജാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫിലൊക്കെ തന്നെ പല രാജ്യങ്ങളിലും പിന്നെ കുട്ടികൾക്ക് ഈ CBSE സിലബസും ICSE സിലബസും ഒന്നും താങ്ങാൻ കഴിയുന്നില്ല. 1ാം ക്ലാസ്സിൽ തന്നെ ഇത്രയും ബുക്കുകളാണ്. 2ാം ക്ലാസ്സിലാകുമ്പോഴേക്കും പിള്ളേർ ഭാരം കൊണ്ട് മറിഞ്ഞു പോകുന്ന വിധത്തിലാണ്. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇപ്പം ഈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ ഇപ്പൊ AI സാങ്കേതിക വിദ്യ അതിലേക്ക് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ വളരെ ടെക്നോളജിക്കൽ ആയിട്ട് നന്നായിട്ട് കുട്ടികൾ ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണ് വേറെ എവിടെ പോയാലും. ഇപ്പം അമേരിക്ക, ഇൻ കേസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, അമേരിക്കയിൽ ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ നിൽക്കുന്നത് ഇന്ത്യൻസ് തന്നെയാണ്. അവർ ഈ സിലബസ് പഠിച്ച IIT ഒക്കെ കഴിഞ്ഞവർ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പൊ അവരിത് പഠിച്ചിട്ട് അവർക്ക് അതല്ല, അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പ് പോലത്തെ കൺട്രീസില് ഇത്തരം സിലബസ് അല്ല, അവരൊരു മാനേജ് കമ്മ്യൂണിക്കേഷൻ ആ ടൈപ്പില്. പക്ഷെ ഇത്തരം പോർഷൻസ് അവർക്ക് പഠിക്കാനും ഇല്ല, അവർക്ക് അറിയേയില്ല. ഇന്ത്യൻ സ്റ്റുഡൻസിന് പഠിക്കുന്ന കുട്ടികളാണ്, കുറച്ചുകൂടെ ഐക്യമുള്ള കുട്ടികളാണ്. അങ്ങനെ താല്പര്യമുള്ള കുട്ടികളെ ഈ കോച്ചിങ് സെന്ററുകൾ നിർത്തലാക്കുകയും ഇത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി
കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള കുട്ടികളെ ബാധിക്കും. നോർമലായിട്ടുള്ള കുട്ടികൾ പോണ്ട, അതവർ പേരൻസ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലെ. അല്ല, അതിനകത്തെ പ്രശ്നം നിങ്ങൾ ഒരു കുട്ടിയെ അമേരിക്കയിൽ അയച്ച് അവിടുത്തെ ടോപ്പ് എത്തിക്കാനാണോ അയാൾ ജീവിക്കാനാണോ കുട്ടിയെ വളർത്തുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചില കുട്ടികൾക്ക് ജീവിക്കുന്നതിനോടൊപ്പം ടോപ്പിലെത്താനും കഴിയും. പക്ഷെ ഇത് എല്ലാവരും കോപ്പി അടിക്കുകയാണ്. ഇപ്പൊ എല്ലാവർക്കും IIT പോകണം, എല്ലാവർക്കും അമേരിക്കയിൽ പോകണം, എല്ലാവരും AI ടോപ്പിലെത്തണം എന്നുള്ള ചിന്താഗതി പോകുന്നതാണ് കുഴപ്പം. നമ്മുടെ കുട്ടികളെ ഒന്നുകിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ ഒരു ലെവൽ കഴിയുമ്പോൾ ഇയാൾക്ക് പറ്റിയ പ്രൊഫഷൻ ഇന്നതാണ് എന്ന് പറയുമ്പോൾ ഒരു 7th സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ തന്നെ അവരെ ലൈൻ തിരിച്ചു വിടാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കണം. ഇതില്ലെങ്കിൽ ഇപ്പം എന്താ പറയാമോ, എല്ലാവർക്കും എൻട്രൻസ് എഴുതാം, എല്ലാവർക്കും IIT എൻട്രൻസിന് പോവാം, എല്ലാവർക്കും ഏത് കോച്ചിങ് കൊടുത്തും എങ്ങനെയും എത്തിക്കാന്ന് വിചാരിക്കുമ്പം ഇതിൽ ഐക്യുവിന്റെ കുറവ് മാത്രമല്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെ ചിലപ്പം ബേസിക് കുറവുള്ള കുട്ടികൾ വരാം. മനസ്സിലായില്ലേ? കുട്ടിക്കാലത്ത് ചിലപ്പം അറ്റൻഷൻ, എല്ലാ മാതാപിതാക്കളും ഒരേ അറ്റൻഷൻ അല്ല കൊടുക്കുക. എല്ലാ മാതാപിതാക്കളും കുട്ടികളെ ട്യൂഷൻ കൊടുത്ത് വളർത്തിയൊന്നും ഇരിക്കില്ല. ഇവരുടെ സ്റ്റാൻഡേർഡിൽ വലിയ വ്യത്യാസം വരും. ഇത് അവരിൽ ഒരുപാട് അപകർഷതാ ബോധം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് വേറൊരു സിസ്റ്റത്തിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് ലൈൻ തിരിച്ചു വിടുക എന്ന് പറയും. നമ്മൾ ഒരു 7ാം ക്ലാസ് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് പറ്റിയത് ഇന്ന പ്രൊഫഷനാണ്, അതിലേക്ക് പോകാൻ പാരൻസിനെയാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളെ മാത്രം വന്നിട്ട് കാര്യമില്ല. കുട്ടികളെ മാത്രം വന്നിട്ട് കാര്യമില്ല. പാരൻസിനെ കൂടെ ഇരുത്തി ആ ഒരു ലെവലിൽ അവരുടെ ഒരു IQ ടെസ്റ്റും അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡും അവരുടെ ഒരു നൈസർഗികമായ ഒരു കഴിവും കൂടെ ഒത്തുചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ പണ്ട് ചാതുർവർണ്ണ്യം വന്നതിനെ കുറിച്ച് പറയും. ചാതുർവർണ്ണ്യം ആദ്യം തുടങ്ങിയതേ എല്ലാവരും ഈക്വൽ ആയിരുന്നു. ഒരാള് പൂജാ കർമ്മം നടത്തുന്നു, ഒരാൾ യുദ്ധം ചെയ്യാൻ പോകുന്നു, ഒരാൾ കച്ചവടം നടത്തുന്നു, മറ്റുള്ളവർ ഇവരുടെയൊക്കെ ശിങ്കിടി പണികൾ. അത് ഓരോരുത്തരുടെയും മെന്റൽ വേവ് ലെങ്ത് അനുസരിച്ച് നമ്മളെല്ലാവരും ഒരുപോലല്ല. ഇപ്പൊ പണ്ട് പറയും റഷ്യയിൽ എല്ലാവരും, USSR എല്ലാവരും ഒരുപോലെ ആയിരുന്നു പറയും. അങ്ങനെയല്ല, അവിടെയും വ്യത്യാസമുണ്ട്. പിന്നെ തൊഴിലാളി ഇല്ല, മുതലാളി ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. മനുഷ്യൻ എല്ലാ വിധത്തിലും പല ഗ്രേഡുകളുണ്ട്. കാരണം എങ്കിലേ ഈ സൊസൈറ്റിയിൽ നമുക്ക് പലവിധ സേവനങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇതില് ഉച്ചനീചത്വം വന്നു. അതാണ് നമ്മുടെ ഈ ചാതുർവർണ്ണയത്തിൽ വന്ന കുഴപ്പം. ഏറ്റവും താഴത്തെ ജോലി ചെയ്യുന്ന മോശം. ഇപ്പൊ ഒരു ഷൂ കമ്പനിയിൽ ഷൂവിന്റെ ഡിസൈൻ ചെയ്യുന്ന ആൾ വലിയ ആളും, അത് കഴിഞ്ഞവൻ പിന്നെ അത് കുത്തി തയ്ച്ചുണ്ടാക്കുന്നവൻ രണ്ടാമത്തെ മോശം ആളും, അത് കഴിഞ്ഞ് ഇത് പോളിഷ് ചെയ്യുന്ന ആൾ അതിനേക്കാൾ മോശമായ ആളും, ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യുന്നവൻ അതിനേക്കാൾ മോശമായ ആളും എന്നുള്ള ലെവലിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അയാൾ ആ ജോലി ഇയാൾ ഇപ്പം പുതിയ കമ്പനി മാനേജ്മെന്റ് എല്ലാം ആ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ടോപ്പിൽ നിൽക്കുന്ന ആള് തന്നെയാണ് ആ ഒരു പെരുമാറ്റം തന്നെയല്ലേ ഈ താഴെക്കടയിലുള്ളവനെ ആ തരത്തിലാക്കുന്നത്. അതെ, അത് വരാൻ പാടില്ല. ഇപ്പൊ മോഡേൺ കമ്പനികളിലൊക്കെ എന്താ ഒരേ യൂണിഫോം, ഒരേ ക്യാൻറ്റീനിൽ ഭക്ഷണം, MD ഉൾപ്പെടെ MDയും ക്ലാസ് 4 എന്നൊരു വ്യത്യാസമൊന്നും അവിടെ ഇല്ല. ഇതൊക്കെ സർക്കാരിലാണുള്ളത്. മനസ്സിലായില്ലേ? എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽ എന്നുള്ള. പക്ഷെ വർക്ക് പ്ലേസിൽ അവര് പ്രത്യേകമായിട്ട് തന്നെ അവരെ കാണുന്ന രീതി, അതേപോലൊരു സംവിധാനം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ആവശ്യമാണ്. ഒരു ഗ്രേഡിംഗ് ആവശ്യമാണ്. ആ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ ഡീഗ്രഡേഷൻ അല്ല എന്ന് വരണം. ഇപ്പം നമ്മളെല്ലാം ഗ്രേഡിംഗ് വരുമ്പം മറ്റേ അവനെ അധകൃതനാക്കി എന്ന് തോന്നുന്ന ഒരു സംവിധാനം പാടില്ല. എല്ലാ ഗ്രേഡ് വന്നാലും ആ ഗ്രേഡിന് ഡിഗ്നിറ്റിയോട് കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ ഓവർലോഡിങ് ഒരിക്കലും ഗുണമല്ല. നമ്മൾ പറയും ഒരു 10% വേണ്ടിയിട്ട് 90% കുട്ടികളും ഇതെല്ലാം ചുമക്കണം, ഈ ഭാരം മുഴുവൻ ചുമക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ആ 10% വേണ്ടി മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകണം. അതല്ലാതെ 90%നെ ചവറാക്കുന്ന പരിപാടി. ഇപ്പോൾ ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിൽ അവർ പറയുന്നതാണ്, നിങ്ങൾ കുട്ടിയെ ചവറാക്കുകയാണ്. ഒരു 15 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി വെറും ഒരു ജീവിക്കുന്ന ഒരു ജീവച്ഛവം എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു രൂപമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവർക്ക് ജീവിതത്തിലെ പ്രാക്ടിക്കൽ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. IAS തന്നെ വലിയ ടോപ്പിലെത്തി ചിലരൊക്കെ സ്വന്തമായിട്ട് ജീവിക്കാൻ അറിയില്ല. 4-5 കെട്ടി പിന്നെ തിരിഞ്ഞു പോയ കേസുകളുണ്ട്. കാരണം കുടുംബ ബന്ധം നിലനിർത്താൻ അറിയില്ല, കുടുംബത്തിൽ പെരുമാറാൻ അറിയില്ല. ഇവൻ അറിയാവുന്ന ഏക പരിപാടി ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായില്ലേ? ഇപ്പോ സമൂഹമായിട്ട് ബന്ധമില്ല, കുടുംബമായിട്ട് ബന്ധമില്ല, വ്യക്തിബന്ധങ്ങളില്ല. ഇതിങ്ങനെ ആയിപ്പോകും. കാരണം നമ്മൾ 12 മണിക്കൂറും 14 മണിക്കൂറും 24 മണിക്കൂറും പഠനം എന്ന് പറഞ്ഞിരിക്കുമ്പം വലിയ പ്രശ്നമാണ്. പിന്നെ ഇത് സക്സസ് ആയില്ലെങ്കിൽ ഭയങ്കര നിരാശ. ചിലര് ഡ്രഗ് അഡിക്ട്സ് ആവും, ചിലർ ആത്മഹത്യ ചെയ്യും. ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നവരുടെ നമ്മൾ പത്രത്തിൽ കാണുന്നുള്ളൂ. ഡ്രഗ് അഡിക്ട്സ് ആവുന്നതിൻ്റെ പത്രത്തിൽ കാണില്ല. അവൻ അടി കൊടുക്കാനാണ് ആൾ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? കല്ലെറിയാനും അടിക്കാനുമാണ് നിൽക്കുന്നത്. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, അവനെ അടിച്ച് തല പൊട്ടിക്കാനാണ് പറയുന്നത്. ആക്ച്വലി അവൻ എങ്ങനെ ഡ്രഗ് അഡിക്റ്റ് ആയി ഇതാരും ശ്രദ്ധിക്കുന്നില്ല.
അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ ചവറായോ പ്രതിഷേധക്കാരായോ, അമ്മയെ കൊന്ന കേസുകളൊക്കെ ഒരുപാട് വരുന്നത് എന്താ, പീഡനമാണ്. കുട്ടികൾക്ക് വീട്ടിൽ പീഡനമാണ്. അവസാനം ആ പീഡനത്തിന്റെ ഫലമായി അച്ഛനും അവനും ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്താതെ വരുമ്പോഴാണ് അവൻ ഡ്രഗ് അഡിക്റ്റ് ആകുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആകുമ്പോൾ എന്നെ ഈ നിലയിൽ എത്തിച്ച അമ്മയുടെ വാങ്ങി പിടിക്കാമെന്ന് വിചാരിക്കുന്നതാണ് പലതും. ഇതൊക്കെ പല മനഃശാസ്ത്രജ്ഞരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, എൻ്റെ സ്വന്തം അഭിപ്രായമല്ല. അവർ പറഞ്ഞത് ഈ ലെവലിലേക്ക് പോകുന്നവരെങ്ങനെയാണ്. ആയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ പറയും അമ്മയെ കൊന്നവനെ അടിച്ചു കൊല്ലണം എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ അവന് 10 വർഷം അല്ല 25 വർഷത്തെ കഠിന തടവ് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അവനെ എവിടെ എത്തിച്ചു, എങ്ങനെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ അത് എഡ്യൂക്കേഷൻ സംവിധാനത്തിനും അവരുടെ കുടുംബത്തിലെ ആൾക്കാർ അവനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡിലും ഒക്കെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകൾ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 8 മണിക്കൂറിൽ കൂടുതൽ ഒരു കുട്ടിയെ പഠിപ്പിക്കരുത്. എന്ത് കാരണവശാലും 8 മണിക്കൂറിൽ കൂടുതൽ പഠിപ്പിക്കാൻ തന്നെ സ്കൂളിലൊരു 4-5 മണിക്കൂർ, ബാക്കി ട്യൂഷൻ ആണെങ്കിൽ അങ്ങനെ. ഇത് ഈ കോച്ചിങ് സെന്ററുകൾ സ്കൂളിൽ തന്നെ നടത്തുന്നതാണ് നല്ലത്. 2 hours വേറെ എവിടത്തും പഠിക്കാൻ പറ്റില്ല എന്ന് വെക്കണം. അങ്ങനെ ഉള്ളതാണ് വേണ്ടത്. ഇപ്പൊ പലയിടത്തും ചെയ്യേണ്ട അങ്ങനെയാണ്. ഇപ്പൊ ടീച്ചർ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ബുദ്ധിമുട്ടില്ല. നമുക്ക് കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂളിന്റെ ഒരു ലാസ്റ്റ് 2 hours അല്ലെങ്കിൽ ഒരു മിഡിൽ 2 hours, ലാസ്റ്റ് 2 hours ആകുമ്പോൾ പിള്ളേർ ബോറടിച്ചു പോകും. അപ്പോൾ ഒരു മിഡിൽ 2 hours ഇതിനായിട്ട് മാറ്റി വയ്ക്കുക. അതിന് വേണമെങ്കിൽ പ്രൈവറ്റ് ഇതിന് ഫീസും അല്ലെങ്കിൽ പ്രൈവറ്റ് ടീം ഉള്ളവരെയൊക്കെ അതിനെ കൊടുത്തോട്ടെ. കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്നവരെ അതിനെ എൻഗേജ് ചെയ്യിച്ചോട്ടെ. അവരതിനൊരു ക്യാഷ് പിരിക്കുകയും ബാക്കി തുക, ഒരു ചെറിയ തുക സർക്കാരിലേക്ക് ഈ സ്പേസ് യൂസ് ചെയ്യുന്നതിന് കൊടുക്കുകയൊക്കെ ചെയ്തോട്ടെ. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ വന്നിട്ട് കുട്ടിയെ ഓവറായിട്ട് പീഡിപ്പിക്കുന്നു. ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരിടത്ത് കൊണ്ടുവന്ന് തന്നെ ജോലിയാണ്. ഈ സ്കൂളിൽ നിന്ന് ഇറക്കി വീട്ടിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും കുത്തി കയറ്റി കൊടുത്തിട്ട് ഉടനെ അടുത്ത സ്കൂട്ടറിലോ കാറിലോ കയറ്റി പാഞ്ഞ് അടുത്ത ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ സെൻറ്ററിൽ എത്തുവോ എത്തില്ലയോ, ലേറ്റായില്ല, ഇതെല്ലാം കുട്ടിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. ഹറിബറി ആവശ്യമില്ലാത്ത ഒരു പീരീഡിൽ നമ്മൾ കൂടുതൽ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഉണ്ടാവും. ഇപ്പം 25 വയസ്സാകുമ്പം BP, ഷുഗർ, ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികൾ കൂടി വരികയാണ്. ഞാൻ ഈയിടെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയി. 70 വയസ്സായ ആളാണ്. പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് കൊണ്ടുപോയി. 30-നും 40-നും ഇടയ്ക്കുള്ള 8 പേരെ അവിടെ കിടത്തിയിരിക്കുക. ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക് വന്നിട്ടും മറ്റ് പല കാരണങ്ങളാലും. ഇത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നില്ല, ആ രീതിയിൽ പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ കുട്ടിക്കാലം ശോഭനമായിരിക്കണം. കുട്ടിക്കാലം കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും വളരാനുള്ള ഒരു ടൈമെങ്കിലും കൊടുക്കണം. 8 മണിക്കൂർ പഠിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ അവർക്ക് കളിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും ജീവിതം എന്താണെന്ന് അറിയാനും അടികൂടാനും കുറച്ച് കുസ്തി കൂടാനും ഒക്കെയുള്ള അവസരം അവർക്ക് കൊടുക്കണം. അങ്ങനെ എപ്പോഴും കോമ്പറ്റീഷൻ, ഈ ഡെഡ്ലി കോമ്പറ്റീഷൻ അല്ലാതെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് പിള്ളേർ മാറണമെങ്കിൽ അവർ കളികളിലൂടെയാണ് അത് മാറേണ്ടത്. ആ പണ്ടത്തെ കളികളെല്ലാം അങ്ങനത്തെ, കബഡി കളിയായാലും തൊട്ട് കളിയായാലും ട്രയാങ്കിൾ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി കളിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ആ കളികളെല്ലാം നമ്മുടെ ശരീരത്തിനെ അയക്കുന്നതും മനസ്സിനെ ആയാസം കൊടുക്കുന്നതാണ്. അത്തരം കളികൾ, ഒപ്പം ഞാൻ പറഞ്ഞ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പഠന രീതി, കുട്ടികളെ 2 സ്ഥലത്ത് അയക്കുന്ന പരിപാടി നിർത്തേണ്ടതാണ്. സെൻട്രൽ ഗവൺമെൻറ് അതാണ് ശരിക്കും ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതായത് ട്യൂഷൻ കൊടുക്കണമെങ്കിൽ അവിടെ ട്യൂഷനുള്ള അവസരം കൊടുക്കുക. ഈ സ്കൂളിൽ നിന്ന് ചാടിച്ചുകൊണ്ട് വേറെടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന പരിപാടി. അതുപോലെ ഞായറാഴ്ചകളിൽ പിള്ളേരെ ഇട്ടിച്ച് അച്ഛനും അമ്മയും സൂചിച്ചിരിക്കുകയാണ്. TV കാണുന്നു, സിനിമയ്ക്ക് പോകുന്നു, ചിക്കനും മട്ടനും വെച്ച് കഴിക്കുന്നു, പിള്ളേരെ കുത്തി ഓരോ പരിപാടിക്ക് വിടുകയാണ്. ഇതൊക്കെ അവർക്കുണ്ടാകുന്ന ടെൻഷൻ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, എന്തായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡിലേക്ക് മാതാപിതാക്കൾ വന്നില്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യയിലേക്ക് ചെന്ന് ചാടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.